നീ അറിഞ്ഞായിരുന്നോ? നമ്മുടെ സുമയില്ലേ, സുമയുടെ മോൾ ആരാണ്ട് കൂടെ പോയി. അടച്ചോ നീ എപ്പം? ഞാൻ അറിഞ്ഞില്ലല്ലോ. രാവിലെ മീനും കൊണ്ട് രമണി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞതാ ആ കൊച്ചാരാണ്ട് കൂടെ പോയെന്ന്. ആരുടെ കൂടെയാ പോയേ? ആരുടെ കൂടെയാണെന്നൊന്നും അറിയത്തില്ല. ഏതാണ്ട് ഫോണിൽ കണ്ടതാണെന്നോ എന്തുവാ. ഇപ്പൊ ഫോണിൽ കണ്ടെങ്കിൽ മുടിയും പൊക്കി വെച്ച് കുറെ കഞ്ചാവ് വലിച്ചിറക്കുന്നവരുണ്ടല്ലോ, അതിലൊക്കെ ഏതായാലും കൂടെ വരായിരിക്കും പോയേക്കുന്നത്. എന്തായാലും അവരുടെ വീട്ടുകാർക്ക് പോയി, അല്ല ഇപ്പൊ നമ്മളെന്താ ചെയ്യാനാ? ഫോണിൽ കണ്ടിട്ടൊക്കെയോ? എൻ്റെ പടച്ചോനി, എന്താ കേൾക്കുന്നത്? സഹിക്കാൻ കൂടി പറ്റുന്നില്ല. ഫോണിലൊക്കെ കണ്ടിട്ട് എന്ത് വിശ്വസിച്ചാ ഓരോരുത്തന്മാരുടെ കൂടെ പോകുന്നതല്ലേ. കാലമൊക്കെ പോയൊരു പോക്കേ. അവള് പണ്ടേ ശരിയല്ല. എൻ്റെ മോൻ കണ്ടിട്ടുണ്ട് എത്രയോ പ്രാവശ്യം. ഏതാണ്ട് ബൈക്കിലൊക്കെ ഏതാണ്ട് ചെറുക്കന്മാരോട് വരുന്നൊക്കെ എൻ്റെ മോൻ കണ്ടിട്ടുണ്ട് പല പ്രാവശ്യം ടൗണിലൊക്കെ വെച്ചിട്ടേ. പിന്നെ നമ്മൾ ആരോടും പറയാനൊന്നും പോയില്ല. നമ്മളെന്തിനാ കണ്ടതും അവിടെ കണ്ടതും ഇവിടെ കണ്ടതൊക്കെ ഒന്ന് പറയാൻ വന്നു. പിന്നെ നമ്മളായി പ്രശ്നക്കാര്. ഇപ്പൊ എന്തായി? പോയില്ലേ? ആ, ഞാനും കേട്ടിട്ടുണ്ട് ആ കൊച്ചത്ര ശരിയൊന്നും അല്ലാന്ന്. ആ, നമ്മുടെ മേരിക്കുട്ടിയില്ലേ, അവളുടെ ഭർത്താവ് പേർഷ്യന്ന് വന്നെന്ന്. ആ, ഇന്നലെ അയൽക്കൂട്ട അവളുടെ വീട്ടിൽ വെച്ചായിരുന്നു. അപ്പോഴാ അറിഞ്ഞ അവളുടെ ചേട്ടൻ വന്നിട്ടുണ്ടെന്ന്. കഴുത്തിലെങ്ങാണ്ടേ ചങ്ങല പോലത്തൊരു മാലയും കൊണ്ട് ആ പെണ്ണ് വന്നിരിക്കുന്നത്. ഇന്നലെ ഇതിൽ കൂടെ അവര് രണ്ടുപേരും കൂടെ പോകുന്ന കണ്ട്. അപ്പോഴത്തേക്ക് അവളാണെങ്കിൽ പത്രാസ് കാണിച്ച മാലയൊക്കെ പുറത്തിട്ടിട്ട് ഇവിടെ വീട്ടിൽ വന്ന് കുറെ നേരം വർത്താനം പറഞ്ഞിരുന്നു. വർത്താനം പറയാൻ വന്നതല്ല, മാല കാണിക്കാൻ വേണ്ടി. അല്ല, ഇവിടൊക്കെ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുന്നവളമാരാണ്. ആ വന്ന് വർത്താനം പറഞ്ഞ് ഇതിൽ കൂടെ കൊണ്ട് പോയി. അയൽക്കൂട്ടത്തിന് ചെന്നപ്പോ കണ്ട് എടുത്തെടുത്ത് ഇങ്ങനെ പുറത്തിട്ടിരിക്കുക. വർത്താനം പറഞ്ഞല്ലോ, മാലയിൽ ഇങ്ങനെ പിടിച്ച് കണ്ടായിരുന്നു. ആ വലിയൊരു മാല 5 പവനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കണ്ടിട്ടേ ഒരു 5 പവന്റെ പൊലിമയൊക്കെ പറയുന്നുണ്ട്. 5 പവന്റെ മാലേ, ഇതൊക്കെ എന്തിനിങ്ങനെ ആൾക്കാരെ കാണിക്കാൻ പുറത്തിട്ടുണ്ട് നടക്കുന്നത്? എനിക്കങ്ങനെ വലിയ സ്വർണ്ണമൊന്നും ഞാനങ്ങനെ ഇടത്തൊന്നുമില്ല. എന്നാലും ഇച്ചിരിയൊക്കെ ഇടും. ഈ 5 പവന്റെ മാല ഇട്ടുകൊണ്ട് നടക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. എനിക്കും കുറേയൊക്കെ അലമാരിയിലൊക്കെ ഇരിപ്പുണ്ട്. ഞാൻ ഇടാത്തോണ്ടാ, വേണ്ടാന്ന് വെച്ചിട്ടാ. നമ്മളെന്തിനാ അതൊക്കെ ഇട്ട് ഇങ്ങനെ വെറുതെ? ആ, 5 പവന്റെ മേളിലൊക്കെ കാണും വലിയ മാലയല്ലേ. പേർഷ്യന്നൊക്കെ മേടിക്കുമ്പോ ഭയങ്കര പൈസ കുറവല്ലേ, നല്ല സ്വർണവും കിട്ടുമല്ലോ. എടിയാ പോകുന്നത് നമ്മുടെ സുമയുടെ ചെറുക്കനില്ലേ? എന്തിനാ പറന്നിപ്പോ പോയത്? ഏത്? ആ ചെറുക്കൻ. എൻ്റെ പടച്ചോനെ, എന്ത് പോക്കാണ് പോകുന്നത്. കണ്ടാ തന്നെ പേടിയാവും. ഇവിടുന്ന് എടുത്താ അവിടെ കൊണ്ടാ ചവിട്ടുന്നത്. എന്ത് പോക്കാണ് പോകുന്നത്. കഞ്ചാവ് തന്നെ, വേറെ ഒന്നുമില്ല. കഞ്ചാവ് എന്ന് പറഞ്ഞാൽ കഞ്ചാവ്. അവന് സർട്ടിഫിക്കറ്റ് വരെ കിട്ടിയിട്ടുണ്ട് കഞ്ചാവിൻ്റെ. മുടി കണ്ടിട്ടുണ്ടോ? താടി കണ്ടിട്ടുണ്ടോ? കുളിക്കത്ത് കൂടിയില്ല ചെറുക്കൻ. പിന്നെ നീ അറിഞ്ഞായിരുന്നോ ആ കുന്നുംപുറത്തെ രാധയില്ലേ, അവളുടെ കൊച്ചിനെ കൊണ്ട് ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിരുന്നു. ആ എടി, ആ തെക്കേപ്പുറത്തെ രമണി ഇല്ലേ, അവൾ ഡോക്ടറെ കാണാൻ എങ്ങാണ്ട് പോയിട്ടുണ്ടായിരുന്നു. അവളുടെ മരുമക്ക് വിശേഷം ഉണ്ടല്ലോ. അപ്പൊ അവരെങ്ങാണ്ട് ഡോക്ടറെ കാണാൻ ഈ കൊച്ചിനെ കൊണ്ട് ആ തള്ള ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ ഇരിക്കുന്നത്. കാലം പോയി പടച്ചോനെ, എന്താ കേക്കുന്നേ? ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയിന്നാ. പിന്നെ ഞാനൊരു കാര്യം പറയാം, നീ ആരോടും പറയാനൊന്നും നിൽക്കണ്ട. ആൾക്കാരൊക്കെ പറയുന്നു, അവള് പറയുന്നു ആ കൊച്ചിന് വയറ്റിലൊക്കെ ഉണ്ടെന്നാ പറയുന്നത്. എന്തോ മേളാങ്കം. കാണുന്ന ചെറുക്കന്മാരെയൊക്കെ കൂടെ ഫോട്ടോ ഒക്കെ നീ കണ്ടിട്ടുണ്ടോ? എന്തോ ഫേസ്ബുക്കിൽ ഇടുന്നത്. അതൊക്കെ തന്നെ അവൾ തന്നെ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത്. ഈ 10, 16, 17 വയസ്സുള്ള കൊച്ചിനെ കൊണ്ട് ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകേണ്ട ആവശ്യമുണ്ടോ? നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോയേക്കുന്നു. കാലം പോയൊരു പോക്ക്. നമുക്ക് വയറ്റിൽ നിന്നോ? ഇപ്പൊ നമ്മൾ സംസാരിച്ച് വേറെ ആരോടും പറയാൻ പോകണ്ട കേട്ടോ. എന്റെ പടച്ചോനി, വയറ്റിലുണ്ടെന്നാ ആ പെണ്ണിനാ. അല്ലേലുണ്ടല്ല, ഇച്ചിരി ശൃംഗാരോ മേളാങ്കോ കുറച്ച് കൂടുതലാണ്. കണ്ടിട്ടുണ്ടാ? ഇവിടവും കാണിച്ച് എന്തോന്ന് ഡ്രസ്സ് ഇട്ടിട്ട് പോകുന്നത് ഈ പെങ്കൊച്ച്. വീട്ടിലൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ലേ?